സോ വെൽക്കം ബാക്ക് ടു ബുട്ട് ക്യാമ്പ് ഡേ 7 ഗൈസ്. അപ്പോൾ നമ്മൾ 6 എപ്പിസോഡ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ആൻഡ് ലാസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ ആ ഒരു ടിക്ക് സൈസ് ആൻഡ് ടിക്ക് വാല്യൂ ആ ഒരു PNL എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യണത്, അപ്പോൾ ഈ ഒരു കാര്യങ്ങളായിരുന്നു നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഈ ഒരു വീഡിയോ തൊട്ട് നമ്മൾ അതായത് ഈ ഒരു എപ്പിസോഡ് തൊട്ട് നമ്മൾ ടെക്നിക്കൽസ് സ്റ്റാർട്ട് ചെയ്യണം. സോ ടെക്നിക്കൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നമ്മളിനി ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കി, പിന്നെ നമുക്ക് ആ ഒരു ട്രേഡിങ്ങിലോട്ട് പോകണം, എക്സിക്യൂഷനിലോട്ട് പോകണം. അപ്പോൾ ആ ഒരു എക്സിക്യൂഷനിലോട്ട് പോകുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ അറിയണം. അതായത് ഞാനിവിടെ പ്ലാൻ ചെയ്യണത് ലിക്വിഡിറ്റി, മാർക്കറ്റ് സ്ട്രക്ചർ, പിന്നെ നമ്മുടെ ഫെയർ വാല്യൂ ഗ്യാപ്സ്, ഓർഡർ ബ്ലോക്സ്, ബ്രേക്കർ ബ്ലോക്സ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളാണ് ഞാനിവിടെ ഞാൻ എൻ്റെ ട്രേഡിങ്ങിൽ യൂസ് ചെയ്യുന്ന ബേസിക് ആയിട്ടുള്ള ഈ ഒരു കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ കവർ ചെയ്തിട്ട് ഈ ഒരു കാര്യങ്ങൾ യൂസ് ചെയ്തിട്ട് എങ്ങനെ ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ ഒരു എൻട്രി മോഡൽ ബിൽഡ് ചെയ്യാം. ആൻഡ് ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന എൻട്രി മോഡൽ ഞാൻ ഇതിൻ്റെ അകത്ത് ഷെയർ ചെയ്യുന്നതായിരിക്കും. അങ്ങനെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ലിക്വിഡിറ്റിയാണ്. സോ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, ബട്ട് സ്റ്റിൽ നമുക്കൊന്നുകൂടെ അത് കവർ ചെയ്തിട്ട് പോവാം. ആൻഡ് അതുപോലെ തന്നെ ലിക്വിഡിറ്റി മാത്രമല്ല, എങ്ങനെയാണ് ഞാൻ മെയിനായിട്ട് ഇവിടെ ഫോക്കസ് ചെയ്യുന്ന മാർക്കറ്റ് നാസ്ഡാക്ക് ആണ്. അതായത് ഫ്യൂച്ചേഴ്സ് മാർക്കറ്റ് തന്നെ ഇൻഡെക്സിൽ നാസ്ഡാക്ക് ആണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. നാസ്ഡാക്കിൽ ആ ഒരു ന്യൂയോർക്ക് ഓപ്പണിംഗ് ടൈമിന് ഈ ഒരു ലിക്വിഡിറ്റി എങ്ങനെയാണ് വർക്ക് ചെയ്യണത്, ഒരു കൈൻഡ് ഓഫ് ഒരു പാറ്റേൺസ്, ഒരു മോസ്റ്റ്ലി എല്ലാ ദിവസവും എന്താ റിപ്പീറ്റ് ആവണ ഒരു ബിഹേവിയർ ഉണ്ട് നാസ്ഡാക്കിലോട്ട് വരുമ്പോൾ. അപ്പോൾ ആ ഒരു കാര്യങ്ങളെക്കുറിച്ച് നമുക്കിന്ന് സംസാരിക്കാം. ഓക്കെ, അപ്പോൾ ലിക്വിഡിറ്റിയിലോട്ട് പോകുന്നതിന് മുന്നേ നമുക്ക് ലിക്വിഡിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് നോക്കാം. സോ ലിക്വിഡിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ സിംപ്ലി പെൻഡിങ് ഓർഡേഴ്സ് ഇൻ ദ മാർക്കറ്റ്. ഓക്കെ, ഇത് പെൻഡിങ് ഓർഡേഴ്സ് ഇൻ ദ മാർക്കറ്റ്, അതായത് മാർക്കറ്റിൽ എക്സിക്യൂട്ട് ആവാതെ പെൻഡിങ് ആയിട്ട് കിടക്കുന്ന ഓർഡേഴ്സിനാണ് നമ്മൾ ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതിപ്പോൾ നമ്മളൊരു ഒരു ട്രേഡ് പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ട്രേഡിന് പ്ലേസ് ചെയ്തിട്ടുള്ള സ്റ്റോപ്പ് ലോസിൻ്റെ ഫോമിലാവും, അല്ലെങ്കിൽ ടാർഗറ്റിൻ്റെ ഫോമിലാവും, അല്ലെങ്കിൽ ലിമിറ്റ് ഓർഡേഴ്സിൻ്റെ ഫോമിലാവും. അതായത് കറൻ്റ്ലി മാർക്കറ്റിൽ എക്സിക്യൂട്ട് ആവാതെ കിടക്കുന്ന ഓർഡേഴ്സിനാണ് നമ്മൾ ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, പെൻഡിങ് ഓർഡേഴ്സ്. അത് ചില പ്രൈസ് റേഞ്ചിൽ, ചില ഏരിയാസിൽ ഈ ഒരു നമ്പർ ഓഫ് ലിക്വിഡിറ്റി അല്ലെങ്കിൽ നമ്പർ ഓഫ് ഓർഡർ കൂടുതലായിരിക്കും. ആൻഡ് ആ ഒരു കേസിലോട്ട് വരുമ്പോൾ നമുക്കിവിടെ 2 ടൈപ്പ് ലിക്വിഡിറ്റി ഉണ്ട്. ചിലർക്ക് അറിയുന്നത് തന്നെയാണ്, ബട്ട് സ്റ്റിൽ നമുക്കിവിടെ ഫസ്റ്റ് സെൽ സൈഡ് ലിക്വിഡിറ്റി ഉണ്ട്. സെൽ സൈഡ് ലിക്വിഡിറ്റിൻ്റെ നമ്മൾ ഷോർട്ടായിട്ട് SSL എന്ന് പറയും. സോ സ്വിംഗ് ലോയ്ക്കാണ് നമ്മൾ എന്ത് പറയണത്, സെൽ സൈഡ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. എനിക്ക് സ്വിംഗ് ലോയിൽ എപ്പോഴും എന്ത് കിടപ്പുണ്ടാവും, ഒരു ലാർജ് നമ്പർ ഓഫ് സെൽ ഓർഡേഴ്സ് കിടപ്പുണ്ടാവും. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വിംഗ് ലോയിൻ്റെ കേസിലോട്ട് വരുമ്പോൾ ഓക്കെ, ഒരു സ്വിംഗ് ലോ നമ്മൾ എടുക്കുവാണെങ്കിൽ, ഇതൊരു സ്വിംഗ് ലോ ആവാൻ കാരണം ഓക്കെ, അതായത് ഈ ഒരു ഏരിയ ഒരു സ്വിംഗ് ലോ ആവാൻ കാരണം ഈ ഒരു ലോയിൽ നിന്ന് നോർമലി ഒരുപാട് ആൾക്കാർ ബൈ ചെയ്തുകൊണ്ടാണ്. അതായത് ഈ ഒരു പ്രൈസ് റേഞ്ച് എത്തിയപ്പോൾ ആൾക്കാർ ബൈ ചെയ്യാൻ തുടങ്ങി, അതുകൊണ്ടാണ് ഇതൊരു സ്വിംഗ് ലോ ആയിട്ട് മാറിയത്. ഓക്കെ, അപ്പോൾ നോർമലി ഈ ഒരു സ്വിംഗ് ലോയിൽ നിന്ന്, അതായത് നമ്മളിപ്പോൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു സ്വിംഗ് ലോയിൽ നിന്ന് നോർമലി, അതായത് ഇവിടെ നിന്നായിട്ട് അല്ലെങ്കിൽ ഇവിടെ നിന്നായിട്ടൊക്കെ ഒരുപാട് ആൾക്കാർ ബൈ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നോർമലി ഒരു സ്വിംഗ് ലോയിൽ നിന്ന് ബൈ ചെയ്യുന്ന ആൾക്കാർ അവരുടെ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്യുക ഈ ഒരു സ്വിംഗ് ലോയിലായിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് ഇവിടുന്ന് ബൈ ചെയ്യുന്ന ആൾക്കാർ അവരുടെ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ബൈ ചെയ്യുന്ന ആൾക്കാരുടെ ബയേഴ്സിൻ്റെ SL എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, സെൽ ഓർഡേഴ്സാണ്. ഇപ്പോൾ നോർമലി ഇവിടെ നിന്നൊക്കെ ബൈ ചെയ്തിട്ടുള്ള ആൾക്കാർ ആ ഒരു സ്വിംഗ് ലോയിൽ അവരുടെ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ, ബൈ ചെയ്യുന്ന ആൾക്കാരുടെ SL സെൽ ഓർഡേഴ്സ് ആണെങ്കിൽ ഈ ഒരു സ്വിംഗ് ലോയിൽ എന്ത് കിടപ്പുണ്ട്, ഒരു ലാർജ് നമ്പർ ഓഫ് സെൽ ഓർഡേഴ്സ് കിടപ്പുണ്ട്. ഓക്കെ, ആ ഒരു സ്വിംഗ് ലോയിട്ടായിട്ട് ലാർജ് നമ്പർ ഓഫ് സെൽ ഓർഡേഴ്സ് കിടപ്പുണ്ട്. ഓക്കെ, ഈ ഒരു സ്വിംഗ് ലോയിലായിട്ട്. ഓക്കെ, അതുകൊണ്ടാണ് നോർമലി ഈ ഒരു സ്വിംഗ് ലോയിനെ നമ്മൾ സെൽ സൈഡ് ലിക്വിഡിറ്റി എന്ന് പറയണം. ഓക്കെ, ഒരു സ്വിംഗ് ലോയിൽ എപ്പോഴും ലാർജ് നമ്പർ ഓഫ് സെൽ ഓർഡേഴ്സ് കിടപ്പുണ്ടാവും. അതായത് അവിടെ നിന്നൊക്കെ ബൈ ചെയ്തിട്ടുള്ള ആൾക്കാരുടെ സ്റ്റോപ്പ് ലോസ് ആയിട്ടുള്ള സെൽ ഓർഡേഴ്സ്. ഓക്കെ, ബൈ ചെയ്യുന്ന ആൾക്കാരുടെ SL എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും സെൽ ഓർഡേഴ്സ് ആണ്. അപ്പോൾ സ്വിംഗ് ലോയിൽ എപ്പോഴും എന്ത് കിടപ്പുണ്ടാവും, ഒരു ലാർജ് നമ്പർ ഓഫ് സെൽ ഓർഡേഴ്സ് കിടപ്പുണ്ടാവും. അതുപോലെ തന്നെ എനിക്കിപ്പോൾ ഒരു ലാർജ് ക്വാണ്ടിറ്റി ബൈ ചെയ്യണമെങ്കിൽ ഈ മാർക്കറ്റിൽ എന്ത് വേണം, ലാർജ് ക്വാണ്ടിറ്റി സെൽ ഓർഡേഴ്സ് വേണം. അതായത് എനിക്കൊരു 10 ക്വാണ്ടിറ്റി ബൈ ചെയ്യണമെങ്കിൽ 10 ക്വാണ്ടിറ്റി സെൽ ഓർഡേഴ്സ് വേണം. ഇപ്പോൾ എനിക്കൊരു 1 മില്യൺ ക്വാണ്ടിറ്റി ബൈ ചെയ്യണമെങ്കിൽ 1 മില്യൺ ക്വാണ്ടിറ്റിയുടെ സെൽ ഓർഡേഴ്സ് വേണം. ഇപ്പോൾ നോർമലി മാർക്കറ്റിൽ എപ്പോഴും ഒരു ലാർജ് ബൈ നടക്കുന്നതിന് മുന്നേ എപ്പോഴും പ്രൈസ് വന്നിട്ടൊരു സ്വിംഗ് ലോ സ്വീപ്പ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഒരു സ്വിംഗ് ലോ ടേക്ക് ഔട്ട് ചെയ്തിട്ട് നമുക്കൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ബൈ നമുക്ക് കാണാൻ പറ്റും. അതായത് മാർക്കറ്റിൽ ഒരു ലാർജ് ബൈ നടക്കണമെങ്കിൽ എന്ത് വേണം, ലാർജ് നമ്പർ ഓഫ് സെൽ ഓർഡേഴ്സ് വേണം. സോ ലാർജ് നമ്പർ ഓഫ് സെൽ ഓർഡേഴ്സ് ഉള്ളത് എവിടെയാണ്,
സ്വിംഗ് ലോയിലായിട്ടാണ് ലാർജ് നമ്പർ ഓഫ് സെൽ ഓർഡേഴ്സ് ഉള്ളത്. ആ ഒരു സ്വിംഗ് ലോയുടെ താഴോട്ട് പ്രൈസിന് വരാൻ പറ്റിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ ഒരു സ്വിംഗ് ലോയുടെ താഴെയുള്ള ലാർജ് നമ്പർ ഓഫ് സെൽ ഓർഡേഴ്സ് കളക്ട് ചെയ്യും. സോ സെൽ ഓർഡേഴ്സ് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റിന് എന്ത് ചെയ്യാം? ആ ഒരു ബൈ ഓർഡേഴ്സ് എക്സിക്യൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസിന് അല്ലെങ്കിൽ ആ ഒരു സ്മാർട്ട് മണിക്ക് ആ ഒരു സെൽ ഓർഡേഴ്സ് കളക്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അവരുടെ ബൈ ഓർഡർ അവിടെ എക്സിക്യൂട്ട് ചെയ്യാം. അപ്പോൾ മാർക്കറ്റിൽ എപ്പോഴും ഒരു സ്ട്രോങ് ബൈ നടക്കുന്നതിന് മുന്നേ ഈ ഒരു പാറ്റേൺ നമുക്ക് കാണാൻ പറ്റും. അതായത് ഒരു സ്വിംഗ് ലോയുടെ താഴെ പോയിട്ട് ഓർഡേഴ്സ് കളക്ട് ചെയ്തതിന് ശേഷമായിരിക്കും, സെൽ ഓർഡേഴ്സ് കളക്ട് ചെയ്തതിന് ശേഷമായിരിക്കും മാർക്കറ്റിൽ നമുക്കൊരു സ്ട്രോങ് ബൈ കാണാൻ പറ്റുന്നത്. അപ്പോൾ അതിൻ്റെ ലോജിക്ക് ഇത്രയേ ഉള്ളൂ. സ്വിംഗ് ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സെൽ സൈഡ് ലിക്വിഡിറ്റി ആണ്. അല്ലെങ്കിൽ ആ ഒരു സ്വിംഗ് ലോയിലായിട്ട് എപ്പോഴും ഒരു ലാർജ് നമ്പർ ഓഫ് സെൽ ഓർഡേഴ്സ് കാണാൻ പറ്റും. ആൻഡ് ആ ഒരു സെൽ ഓർഡേഴ്സ് കളക്ട് ചെയ്തതിന് ശേഷമായിരിക്കും നമുക്കെപ്പോഴും മാർക്കറ്റിലൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ബൈ നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, അതുകൊണ്ട് സ്വിംഗ് ലോയിനെ നമ്മൾ എന്ത് പറയും? സെൽ സൈഡ് ലിക്വിഡിറ്റി എന്നാണ് നമ്മൾ സ്വിംഗ് ലോയിന് പറയുന്നത്. ഓക്കെ, ആൻഡ് അതുപോലെ തന്നെ ഇനി നമ്മൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ബൈ സൈഡ് ലിക്വിഡിറ്റി എടുക്കുകയാണെങ്കിൽ ബൈ സൈഡ് ലിക്വിഡിറ്റി നമ്മൾ എന്താ പറയും? ഷോർട്ടായിട്ട് BSL എന്ന് പറയും. ആൻഡ് സ്വിംഗ് ഹൈനെയാണ് നമ്മൾ എന്ത് പറയണത്? ബൈ സൈഡ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. സോ അതിൻ്റെ റീസൺ എന്താണ്? സ്വിംഗ് ഹൈയിൽ, അതായത് സ്വിംഗ് ലോ നമ്മൾ പറഞ്ഞു സെൽ സൈഡ് ലിക്വിഡിറ്റി ആണ്, അല്ലെങ്കിൽ ഷോർട്ടായിട്ട് നമുക്കതിനെ SSL എന്ന് വിളിക്കാം. ഓക്കെ, ആൻഡ് സെയിം കേസിൽ നമ്മൾ സ്വിംഗ് ഹൈ എടുക്കുകയാണെങ്കിൽ ഇതൊരു സ്വിംഗ് ഹൈ ആയിട്ട് മാറാൻ കാരണം എന്താണ്? ഈ ഒരു ഹൈന്ന് ഒരുപാട് ആൾക്കാർ സെല് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ സെല് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നോർമലി ഈ ഒരു ഹൈന്ന് ഒരുപാട് ആൾക്കാർ സെല് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഷോർട്ട് സെല് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ആ ഒരു ഹൈന്ന് സെല് ചെയ്യുന്ന ആൾക്കാരൊക്കെ അവരുടെ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്യുക ഈ ഒരു ഹൈയിലായിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് മുകളിലായിട്ടാണ്. ഓക്കെ, അതായത് ഈ ഒരു ഏരിയ എന്നൊക്കെ സെല് ചെയ്യുന്ന ആൾക്കാർ അവരുടെ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്യുക ഈ ഒരു ഹൈയിലായിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് മുകളിലായിട്ടാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു സെല്ലേഴ്സിൻ്റെ SL എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈ ഓർഡേഴ്സ് ആണ്. ഓക്കെ, ബയേഴ്സിൻ്റെ SL എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽ ഓർഡേഴ്സ് ആണ്. സെല്ലേഴ്സിൻ്റെ SL എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ബൈ ഓർഡേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ലോയിൽ നിന്ന്, അല്ലെങ്കിൽ ഈ ഒരു ഹൈയിൽ നിന്ന്, അല്ലെങ്കിൽ ഇതിൻ്റെ തൊട്ട് താഴെ ഇവിടെ നിന്നൊക്കെ സെല്ല് ചെയ്തിട്ടുള്ള ആൾക്കാർ അവരുടെ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്യുക ഈ ഒരു ഹൈയിലായിട്ടാണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ടാവും? ലാർജ് നമ്പർ ഓഫ് ആൾക്കാർ സെല്ല് ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് ആ ഒരു ലാർജ് നമ്പർ ഓഫ് ആൾക്കാർ റീറ്റെയിൽ പെർസ്പെക്റ്റീവിൽ നോക്കുവാണെങ്കിൽ അവരുടെ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തിട്ടുണ്ടാവും ഈ ഒരു ഹൈയിലായിട്ടാണ്. നമ്മൾ പറഞ്ഞു സെല്ല് ചെയ്യുന്ന ആൾക്കാരുടെ SL എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈ ഓർഡേഴ്സ് ആണ്. ഈ ഒരു ഹൈയിൽ എന്ത് കിടപ്പുണ്ട്? ലാർജ് നമ്പർ ഓഫ് ബൈ ഓർഡേഴ്സ് കിടപ്പുണ്ട്. ഓക്കെ, അപ്പോൾ എനിക്കിപ്പോൾ ലാർജ് ക്വാണ്ടിറ്റി ബൈ ചെയ്യണമെന്ന് വിചാരിച്ചു. എനിക്കിപ്പോൾ ലാർജ് ക്വാണ്ടിറ്റി സെല്ല് ചെയ്യണം. ലാർജ് ക്വാണ്ടിറ്റി എനിക്ക് സെല്ല് ചെയ്യണമെങ്കിൽ മാർക്കറ്റിൽ എനിക്ക് എന്ത് വേണം? ലാർജ് ക്വാണ്ടിറ്റി ബൈ ഓർഡേഴ്സ് വേണം. അതായത് ലാർജ് ക്വാണ്ടിറ്റി എനിക്ക് മാർക്കറ്റിൽ സെല്ല് ചെയ്യണമെങ്കിൽ എനിക്ക് മാർക്കറ്റിൽ ലാർജ് ക്വാണ്ടിറ്റി ബൈ ഓർഡേഴ്സ് വേണം. ലാർജ് ക്വാണ്ടിറ്റി ബൈ ഓർഡേഴ്സ് എവിടെയാണുള്ളത്? ഈ ഒരു ഹൈയിലായിട്ട് എനിക്കറിയാം ലാർജ് നമ്പർ ഓഫ് ബൈ ഓർഡേഴ്സ് ഉണ്ട്, കാരണം ഇവിടെ നിന്നൊക്കെ സെല്ല് ചെയ്യുന്ന ആൾക്കാർ അവരുടെ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഹൈയിലായിട്ടാണ്. അപ്പോൾ ഈ ഒരു ഹൈയുടെ മുകളിൽ പോയിട്ട് ആ ഒരു ബൈ ഓർഡേഴ്സ് കളക്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാം? സെല്ല് ചെയ്യാലോ. അതായത് ഇതിൻ്റെ ലോജിക്ക് ഇത്രയേ ഉള്ളൂ. സെല്ല് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ബൈ ഓർഡേഴ്സ് വേണം. ബൈ ഓർഡേഴ്സ് ഉള്ളത് എവിടെയാണ്? സ്വിംഗ് ഹൈയിലായിട്ട്. അപ്പോൾ സ്വിംഗ് ഹൈയിൽ പോയിട്ട് ആ ഒരു ബൈ ഓർഡേഴ്സ് കളക്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? നമുക്ക് ആ ഒരു സെല്ലിംഗ് ആക്ടിവിറ്റി, അല്ലെങ്കിൽ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആ ഒരു സെൽ ഓർഡേഴ്സ് കളക്ട് ചെയ്തതിന് ശേഷമാണ്, ആ ഒരു ബൈ ഓർഡേഴ്സ് കളക്ട് ചെയ്തതിന് ശേഷമായിരിക്കും ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു സെല്ല് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് ഇത്രയേ ഉള്ളൂ. നമുക്കെപ്പോഴും സ്വിംഗ് ലോയിൽ ലാർജ് നമ്പർ ഓഫ് സെൽ ഓർഡേഴ്സ് കാണാൻ പറ്റും. നമുക്ക് സ്വിംഗ് ലോയിൽ ലാർജ് നമ്പർ ഓഫ് സെൽ ഓർഡേഴ്സ് കാണാൻ പറ്റും. അതുകൊണ്ട് സ്വിംഗ് ലോനെ നമ്മൾ സെൽ സൈഡ് ലിക്വിഡിറ്റി എന്ന് വിളിക്കും. അതുപോലെ തന്നെ സ്വിംഗ് ഹൈയിലോട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് എന്ത് കാണാൻ പറ്റും? ലാർജ് നമ്പർ ഓഫ് ബൈ ഓർഡേഴ്സ് കാണാൻ പറ്റും. അതുകൊണ്ട് സ്വിംഗ് ഹൈനെ നമ്മൾ ഷോർട്ടായിട്ട് BSL അല്ലെങ്കിൽ ബൈ സൈഡ് ലിക്വിഡിറ്റി എന്ന് വിളിക്കും. അതായത് ഇത്രയേ ഉള്ളൂ. മാർക്കറ്റിലൊരു സ്ട്രോങ് ബൈ നടക്കുന്നതിന് മുന്നേ എപ്പോഴും ഒരു സ്വിംഗ് ലോ കളക്ട് ചെയ്തിട്ട് ഒരു സ്ട്രോങ് ബൈ നമുക്ക് കാണാൻ പറ്റും. അതായത് ഒരു ബൈ നടക്കണമെങ്കിൽ എപ്പോഴും
അതായത് ഒരു സ്ട്രോങ് ബൈ നടക്കണമെങ്കിൽ എപ്പോഴും ഒരു ലാർജ് നമ്പർ ഓഫ് സെൽ ഓർഡേഴ്സ് കളക്ട് ചെയ്തതിന് ശേഷമായിരിക്കും, അല്ലെങ്കിൽ ഒരു സെൽ സൈഡ് ലിക്വിഡിറ്റി കളക്ട് ചെയ്തതിന് ശേഷമായിരിക്കും ഒരു സ്ട്രോങ് ബൈ നടക്കുന്നത്. അതുപോലെ തന്നെ മാർക്കറ്റിൽ ഒരു സ്ട്രോങ് സെല്ല് നടക്കണമെങ്കിൽ എപ്പോഴും ഒരു ലാർജ് നമ്പർ ഓഫ് ബൈ ഓർഡേഴ്സ് കളക്ട് ചെയ്തതിന് ശേഷമായിരിക്കും, അല്ലെങ്കിൽ ഒരു സ്പ്രിങ് ഹൈ കളക്ട് ചെയ്തതിന് ശേഷമായിരിക്കും മാർക്കറ്റിലൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ബൈ നടക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ബൈ ആണെങ്കിൽ സ്ട്രോങ് നമ്പർ ഓഫ് സെൽ സൈഡ് ലിക്വിഡിറ്റി കളക്ട് ചെയ്തിട്ടായിരിക്കും ആ ഒരു മൂവ് നടക്കുന്നത്. സെല്ലാണെങ്കിൽ സ്ട്രോങ് നമ്പർ ഒരു സ്വിങ് ഹൈ സ്വീപ്പ് ചെയ്തതിന് ശേഷം ലാർജ് നമ്പർ ഓഫ് ബൈ ഓർഡേഴ്സ് കളക്ട് ചെയ്തതിന് ശേഷമായിരിക്കും ആ ഒരു സെല്ല് കിടക്കുന്നത്. ഇപ്പോൾ ലിക്വിഡിറ്റി ഇത്രേ ഉള്ളൂ. ലിക്വിഡിറ്റിയുടെ ഒരുപാട് വീഡിയോസ് ഞാൻ മുന്നേ ഈ ഒരു ചാനലിൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അത്ര ഡീറ്റെയിൽ ആയിട്ട് പോകാത്തത്. പിന്നെ ഞാൻ ക്യൂലോട്ട് വരുന്ന സമയത്ത് എങ്ങനെയാണ് ഈ ലിക്വിഡിറ്റി വർക്ക് ചെയ്യണം നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് മെയിനായിട്ട് നിങ്ങൾ നോക്കേണ്ട കാര്യം, ക്യൂലോട്ട് വരുന്ന സമയത്ത് ഇപ്പം ഞാൻ പേഴ്സണലി എൻട്രി എടുക്കുന്ന സമയം അല്ലെങ്കിൽ ഞാൻ ട്രേഡ് ചെയ്യുന്ന സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ 9:30 AM ടു 11:30 AM. EST ആണ്. ഇന്ത്യൻ ടൈമിലോട്ട് വരുമ്പോൾ ഇപ്പോഴത്തെ ഒരു 8 PM ടു 10 PM IST. ഓക്കെ, ഇപ്പോൾ ഈ ഒരു ടൈമിൻ്റെ അകത്താണ് ഞാൻ ട്രേഡ് ചെയ്യണത്. 9:30 AM ടു 11:30 AM EST, അതായത് UTC-5 വരും, ന്യൂയോർക്ക് ടൈമിലോട്ട് വരുമ്പോൾ. അപ്പോൾ അവിടെ എനിക്ക് കാണാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാറ്റേൺ പോലെ എനിക്ക് കാണാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മുടെ ഇതാ ഒരു ടൈം വിൻഡോ ആണെന്ന് വിചാരിച്ചോളൂ. ഓക്കെ, അതായത് 9:30 AM ടു 11:30 AM ആണെന്ന് വിചാരിച്ചോളൂ. ഓക്കെ, ഇത് നമ്മളൊരു 9:30 AM ആൻഡ് ഇത് 11:30 AM ആ ഒരു ടൈം വിൻഡോ ആണെന്ന് വിചാരിച്ചോളൂ. 11:30 AM. ഇവിടെ എനിക്ക് നോർമലി കാണാൻ പറ്റുന്ന ഒരു ബിഹേവിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഒരു ദിവസം ഒരു ബുള്ളിഷ് ഡേ ആണ് എക്സ്പെക്ട് ചെയ്യണമെങ്കിൽ, അതായത് നമ്മൾ ഈ ഒരു 2 hours ഒരു 2 ബുള്ളിഷ് ക്യാൻഡിൽസ് ആണ് എക്സ്പെക്ട് ചെയ്യണത്, അല്ലെങ്കിൽ ആ ഒരു ദിവസം ഒരു ബുള്ളിഷ് എക്സ്പെക്റ്റേഷൻ ആണെങ്കിൽ എനിക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കറക്റ്റ് ആ ഒരു 9:30 ഓപ്പൺ ആയി കഴിഞ്ഞിട്ട്, അതായത് ഫോർ എക്സാമ്പിൾ മാർക്കറ്റ് ഇങ്ങനെ ആയിരിക്കും പോകുന്നുണ്ടാവുക. ആൻഡ് 9:30 ഓപ്പൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യണം കാണാൻ പറ്റും, ആ ഒരു സമയത്ത് 9:30 ഓപ്പൺ ആയിട്ട് ഒരു 10 to 15 മിനിറ്റ്സിൻ്റെ അകത്ത് ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് കാണാൻ പറ്റും. ദെൻ പ്രൈസ് നേരെ മുകളിലോട്ട് പോകണം, ഈ ഒരു പാറ്റേൺ കാണാൻ പറ്റാറുണ്ട്. ഓക്കെ, അതായത് ഒരു ബുള്ളിഷ് ഡേ ആണ് എക്സ്പെക്ട് ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ പോലെ ന്യൂയോർക്ക് ഓപ്പണിംഗ് ടൈമിന് ഈ ഒരു 9:30 AM ടു 11:30 AM 9:30 ഓപ്പൺ ചെയ്തിട്ടൊരു ഹാഫ് ആൻ അവറിൻ്റെ അകത്ത് ഒരു സെൽ സൈഡ് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ട് ദെൻ ആ ഒരു റെസ്റ്റ് ഓഫ് ദ ഡേ ഒരു ബുള്ളിഷ് കണ്ടിന്യൂവേഷൻ കാണാൻ പറ്റാറുണ്ട്. ഒരു പാറ്റേൺ പോലെ ഈ ഒരു സാധനം കാണാൻ പറ്റും. ഞാൻ അതിൻ്റെ എക്സാമ്പിൾസ് കാണിച്ചു തരാം, ചാർട്ടിലോട്ട് പോയിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഈ ഒരു സാധനം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റാറുണ്ട്, കാണാൻ പറ്റുന്നുണ്ട്. അതായത് സെൽ സൈഡ് ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം തന്നെ ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ബൈ. ഇപ്പോൾ സെയിം നമ്മളൊരു സെല്ലാണ് എക്സ്പെക്ട് ചെയ്യണമെങ്കിൽ, അതായത് ആ ഒരു ദിവസം നമ്മൾ സെല്ലാണ് എക്സ്പെക്ട് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റും കാണാൻ പറ്റാറുണ്ട്. 9:30 AM ടു 11:30 AM സെല്ലാണ് എക്സ്പെക്ട് ചെയ്യണമെങ്കിൽ അതിന് മുന്നേ മാർക്കറ്റ് ഈ ഒരു രീതിയിലൊക്കെ ആയിരിക്കും വന്നിട്ടുണ്ടാവുക. 9:30 ഓപ്പൺ ആയതിനു ശേഷം നമുക്ക് എന്ത് കാണാൻ പറ്റും, കറക്റ്റ് ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തതിന് ശേഷം റെസ്റ്റ് ഓഫ് ദ ഡേ നമുക്ക് എന്ത് കാണാൻ പറ്റാറുണ്ട്, സെല്ല് കാണാൻ പറ്റാറുണ്ട്. ഈ ഒരു പാറ്റേൺസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റാറുണ്ട്. നമ്മുടെ NQയിൽ നമുക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് ഈ ഒരു സാധനം കാണാൻ പറ്റാറുണ്ട്. ഓക്കെ, ഇതൊരു കൈൻഡ് ഓഫ് ഒരു പാറ്റേൺ പോലെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഒരു ബുള്ളിഷ് ഡേ ആണ് ആ ഒരു 2 hours അകത്ത് എക്സ്പെക്ട് ചെയ്യുന്നത്. ഇത് ഞാൻ ന്യൂയോർക്ക് ടൈമിലാണ് പറയുന്നത്, UTC-5. ആൻഡ് ഇത് ISTയിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 8 PM ടു 10 PM എന്ന് പറയുന്ന ടൈം വരും. ആ ഒരു സമയത്തിൻ്റെ അകത്ത് നമുക്ക് എന്ത് കാണാൻ പറ്റും, ഈ ഒരു ബുള്ളിഷ് ഡേ ആണ് വരുന്നതെങ്കിൽ കറക്റ്റ് ആ ഒരു 9:30 കഴിഞ്ഞതിന് ശേഷം ഒരു സെൽ സൈഡ് ലിക്വിഡിറ്റി എടുത്തിട്ട് ദെൻ റെസ്റ്റ് ഓഫ് ദ ഡേ നമുക്ക് ബുള്ളിഷ് ആയിട്ട് കാണാൻ പറ്റും. ആൻഡ് ഒരു സെല്ലിംഗ് ഡേ ആണ് എക്സ്പെക്ട് ചെയ്യണമെങ്കിൽ, ഒരു ബെയറിഷ് ഡേ ആണ് എക്സ്പെക്ട് ചെയ്യണമെങ്കിൽ കറക്റ്റ് ആയിട്ട് 9:30 കഴിഞ്ഞിട്ട് ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം ഒരു സെല്ലിംഗ് രീതിയിലുള്ള മാർക്കറ്റ് കാണാൻ പറ്റാറുണ്ട്. ഇതിൻ്റെ എക്സാമ്പിൾസ് ഞാൻ കാണിച്ചു തരാം. ഇത് സ്പോട്ട് ചെയ്യാൻ ഈസി ആണെന്ന് പറയാൻ പറ്റത്തില്ല, നമുക്ക് കാണാൻ പറ്റും, ഫ്രീക്വൻ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ഈ പറഞ്ഞ പോലെ ലിക്വിഡിറ്റി മാത്രം പോരാ. ഓക്കെ, നമുക്ക് ആ ഒരു ട്രേഡ് എക്സിക്യൂഷനിലോട്ട് വരുന്ന സമയത്ത് ലിക്വിഡിറ്റി മാത്രം പോരാ, സോ ബാക്കിയുള്ള കാര്യങ്ങളോട് വേണം. ഓക്കെ, സോ ഇവിടെ ഞാനൊരു ന്യൂയോർക്ക് ഓപ്പണിംഗ് റേഞ്ച് എന്ന് പറഞ്ഞിട്ടൊരു ഇൻഡിക്കേറ്റർ ഞാനിവിടെ ഓപ്പൺ ചെയ്തിട്ടിട്ടുണ്ട്.
അപ്പോൾ അതൊന്നുമില്ല. അതിൻ്റെ അകത്ത് ഈ പറഞ്ഞ പോലെ നമുക്ക് ആ ഒരു ഞാൻ സെഷൻ ടൈം 9:30 ടു 11:30 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതായത് ജസ്റ്റ് ഒരു ബോക്സ് പോലെ ആ ഒരു സെഷൻ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അത്. ഈ ഇൻ്റർനെറ്റ് ഇച്ചിരി സ്ലോ ആണെന്ന് തോന്നുന്നു. ഞാൻ മാനുവലായിട്ട് കാണിച്ചു തരാം. ഇത് സ്പോട്ട് ചെയ്യാൻ ഈസിയാണ്. നമുക്ക് ഈ പറഞ്ഞ പോലെ അത്ര വലിയ എന്താ പറയുക, അത്ര വലിയ ടെക്നിക്കൽ നോളജ് കാര്യങ്ങൾ നമുക്ക് വേണ്ട. നമുക്കിത് ഫ്രീക്വൻ്റ് ആയിട്ട് ഈ ഒരു സാധനം നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇതാണ് നമ്മുടെ ഈ ഒരു ന്യൂയോർക്ക് ഓപ്പണിംഗ് റേഞ്ച്. അതായത് 9:30 AM ടു 11:30 AM. ഓക്കെ, ന്യൂയോർക്ക് ടൈമിൽ ഞാൻ ജസ്റ്റ് ആ ഒരു ഇൻഡിക്കേറ്റർ ഒന്ന് ഓപ്പൺ ഇട്ടിട്ടുണ്ടെന്നുള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് ആ ഒരു ന്യൂയോർക്ക് ഓപ്പണിംഗ് റേഞ്ച് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഇൻഡിക്കേറ്റർ സെക്ഷനിലോട്ട് പൊക്കഴിഞ്ഞാൽ ആ ഒരു കാര്യം നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് നോക്കിയോളൂ. അപ്പോൾ ഈ ഒരു ബോക്സിൻ്റെ അകത്ത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു ഡേ ബുള്ളിഷ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഡേ അല്ല, ഓക്കെ, ആ ഒരു ടൈമിൻ്റെ കൂടെ അകത്ത് പ്രൈസ് ബുള്ളിഷ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിന് മുന്നേ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എന്ത് കാണാൻ പറ്റും? സെൽ സൈഡ് ലിക്വിഡിറ്റി. അതായത് പ്രൈസ് എന്ത് ചെയ്തു, ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ആ ഒരു ഓപ്പൺ ചെയ്തപ്പോൾ പ്രൈസ് നേരെ വന്നു. ആൻഡ് ആ ഒരു ലോ ടേക്ക് ഔട്ട് ചെയ്തു. ലോ ടേക്ക് ഔട്ട് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് കാണാൻ പറ്റി? ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബൈ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ലോ ടൈം ഫ്രെയിമിലോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെയൊക്കെ നല്ല ക്ലീൻ ആയിട്ടുള്ള സെറ്റപ്സ് ഉണ്ടായിരുന്നു. സെറ്റപ്സിലോട്ടൊക്കെ നമുക്ക് പതിയെ വരാം. ഓക്കെ, നമുക്കിപ്പോൾ ജസ്റ്റ് ആ ഒരു ഫോർമേഷൻ കാര്യങ്ങൾ നോക്കാം. നമ്മൾ ജസ്റ്റ് ലിക്വിഡിറ്റി മാത്രമാണ് നോക്കുന്നത്. ആൻഡ് പതിയെ നമുക്ക് എന്ത് ചെയ്യാം, ബാക്കിയുള്ള കാര്യങ്ങളിലോട്ട് പോവാം. ഒമ്പതാം തീയതി. ഓക്കെ, ഈ ഒരു ദിവസം നോക്കിക്കോളൂ. ഈ ഒരു ദിവസം നമ്മൾ ഈ ഒരു ചാർട്ടിൻ്റെ അകത്തോട്ട് നോക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു 9:30 ഞാൻ ജസ്റ്റ് ലൈൻസ് ഇട്ടിട്ട് കാണിച്ചു തരാം. ഓക്കെ, 9:30 AM, പിന്നെ 11:30 AM, 11:30 മാനുവലായിട്ട് നമുക്ക് മാർക്ക് ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു ദിവസം അത്യാവശ്യം നല്ല രീതിയിൽ ബുള്ളിഷ് ആയിട്ട്, അല്ലെങ്കിൽ ഈ ഒരു 2 hours ന്യൂയോർക്ക് ഓപ്പണിംഗ് ടൈം, ഓപ്പണിംഗ് റേഞ്ച് ഫസ്റ്റ് 2 hours അത്യാവശ്യം നല്ല രീതിയിൽ ബുള്ളിഷ് ആയിട്ട് കാണും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാൻ പറ്റുന്നുണ്ട്, കറക്റ്റ് ഇവിടെ ഓപ്പൺ ചെയ്തു. ഓക്കെ, ഞാൻ ഇത് 5 minutes ചാർട്ടാണ്. 9:30 ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്ത സമയത്ത് ഇവിടെ എന്താ നടന്നിട്ടുള്ളത്, ഇവിടെ ഒരു സ്വിംഗ് ലോ ഉണ്ടായിരുന്നു, സെൽ സൈഡ് ലിക്വിഡിറ്റി ഉണ്ടായിരുന്നു. സെൽ സൈഡ് ലിക്വിഡിറ്റി ടേക്ക് ഔട്ട് ചെയ്തു. സെൽ ഓക്കെ, ഇപ്പോൾ 9:30 AM ആൻഡ് ഇത് നമ്മുടെ 11:30 AM. 9:30 AM, 11:30 AM. ഓക്കെ, സോ കറക്റ്റ് എന്ത് ചെയ്തു, 9:30 ആ 9:30 AM ക്യാൻഡിൽ തന്നെ നോക്കിക്കോളൂ, 5 minute ക്യാൻഡിൽ തന്നെ നോക്കിക്കോളൂ. ഇവിടെ വന്നു, സെൽ സൈഡ് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തു. സെൽ സൈഡ് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് കാണാൻ പറ്റി, പിന്നെ പ്രൈസ് നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ പുഷ് ചെയ്തിട്ടുള്ള ആ ഒരു ഫസ്റ്റ് 2 hours ബുള്ളിഷാണ്. ആൻഡ് ഇതിൻ്റെ പ്രീവിയസ് ഡേ നോക്കുവാണെങ്കിലും ഈ ഒരു രീതിയിൽ തന്നെയുള്ള പാറ്റേൺസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഡേ ആണ്. ഈ ഒരു പ്രീവിയസ് ഡേ ഇത് 9:30 ക്യാൻഡിൽ, ആൻഡ് ഇത് 9:30 AM ടു 11:30 AM. ഓക്കെ, 9:30 ഇവിടെ സ്റ്റാർട്ട് ചെയ്തു, 11:30 ഇവിടെ എൻഡ് ചെയ്തു. ഇവിടെ നോക്കിയോളൂ, സെയിം സാധനം നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഇതാണ് 9:30 ക്യാൻഡിൽ. 9:30 ക്യാൻഡിൽ ഇവിടെ ഓപ്പൺ ചെയ്തു. 5 minute ക്യാൻഡിൽ ഇവിടെ ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്തതിന് ശേഷം നേരെ താഴെ വന്നു. താഴെ വന്ന് ശരിക്കും എന്തിനായിരുന്നു, നമ്മൾ ലെഫ്റ്റിലോട്ട് നോക്കുവാണെങ്കിൽ ഇവിടെ നമുക്കൊരു സെൽ സൈഡ് ലിക്വിഡിറ്റി കാണാം.
ഓക്കെ. സോ സെൽ സൈഡ് ലിക്വിഡിറ്റി എടുത്തു. സെൽ സൈഡ് ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം പ്രൈസ് എന്ത് ചെയ്തത്? ദെൻ നേരെ അപ്പ് സൈഡ് പോയി. ആ ഒരു ഫസ്റ്റ് 2 അവേഴ്സ് നോക്കി കഴിഞ്ഞാൽ എന്തായിരുന്നു? ബുള്ളിഷ് ആയിരുന്നു. ആ ഒരു ന്യൂയോർക്ക് ഓപ്പണിംഗ് ടൈമിൻ്റെ അകത്ത് സെൽ സൈഡ് ലിക്വിഡിറ്റി എടുത്തു. ദെൻ നേരെ പുഷ് ചെയ്തു. നമുക്കിനി ഇതിൻ്റെ പ്രീവിയസ് ഡേ നമുക്ക് നോക്കാം. പ്രീവിയസ് ഡേ നോക്കുവാണെങ്കിൽ നമ്മളിവിടെ 9:30 AM, ഇതാണ് 9:30 AM ആൻഡ് ഇതാണ് 11:30 AM. എനിക്കിവിടെ രണ്ട് സൈഡ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ 9:30 AM ക്യാൻഡിൽ നോക്കുവാണെങ്കിൽ ദെൻ നേരെ താഴെ വന്നു. നേരെ താഴെ വന്നിട്ട് ഈ ഒരു സെൽ സൈഡ് ലിക്വിഡിറ്റി എടുത്തിട്ടുണ്ട്. സെൽ സൈഡ് ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം പുഷ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പ് സൈഡ് പോയിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ പുഷ് ചെയ്തിട്ടുണ്ട്. ബട്ട് അതിന് ശേഷം നോക്കുവാണെങ്കിൽ ദെൻ നേരെ താഴോട്ടാണ് പോയിട്ടുള്ളത്. ആ ഒരു ഫസ്റ്റ് 2 അവേഴ്സ് കൈൻഡ് ഓഫ് ബെയറിഷ് ആയിരുന്നു. അപ്പോൾ ബെയറിഷ് ആവാനുള്ള റീസൺ എന്തായിരുന്നു? ഇവിടെ ബൈ സൈഡ് ലിക്വിഡിറ്റി ഉണ്ടായിരുന്നു. ഫസ്റ്റ് സെൽ സൈഡ് ലിക്വിഡിറ്റി എടുത്തു, സെൽ ഓർഡേഴ്സ് എടുത്തു, അപ്പ് സൈഡ് പുഷ് ചെയ്തു, ദെൻ ബൈ സൈഡ് ലിക്വിഡിറ്റി എടുത്തു, നേരെ ഓപ്പോസിറ്റ് പുഷ് ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാസ്ഡാക്ക് ട്രേഡ് ചെയ്യാൻ, NQ ട്രേഡ് ചെയ്യാൻ ബെസ്റ്റ് ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു 9:30 AM to 11:30 AM എന്ന് പറയുന്ന ഈ ഒരു ഫസ്റ്റ് 2 അവേഴ്സ് ആണ്, അല്ലെങ്കിൽ ആ ഒരു ന്യൂയോർക്ക് ഓപ്പണിംഗ് ടൈമാണ്. സോ അതിൻ്റെ റീസൺ ഇത്രയേ ഉള്ളൂ. ഈ പറഞ്ഞ പോലെ നമുക്ക് സിമ്പിളായിട്ടൊരു ലിക്വിഡിറ്റി സ്വീപ്പ്, റിവേഴ്സൽ, ആ ഒരു കോൺസെപ്റ്റ് നമുക്ക് കാണാൻ പറ്റും. അതായത് ഓർഡേഴ്സ് കളക്ട് ചെയ്തതിന് ശേഷമുള്ള റിവേഴ്സൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇവിടെ നോക്കുവാണെങ്കിൽ ഈ ഒരു 9:30 AM to, അതായത് ജസ്റ്റ് ഇന്നലെ, അതായത് 10-ാം തീയതി, ഫെബ്രുവരി 10-ാം തീയതി ജസ്റ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് എന്താണ്? ന്യൂയോർക്ക് ഓപ്പണിംഗ് ടൈമിന് സെൽ സൈഡ് ലിക്വിഡിറ്റി എടുത്തു. സെൽ സൈഡ് ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം പ്രൈസ് എന്ത് ചെയ്തു? നേരെ അപ്പ് സൈഡ് പോയി. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലീൻ ആയിട്ടുള്ള സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ആ ഒരു ഫസ്റ്റ് 2 അവേഴ്സിൻ്റെ അകത്ത് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ബേസിക്കലി ഇതാണ് കുറച്ചുകൂടെ ഫോറക്സ് പേയേഴ്സിനെക്കാട്ടും കുറച്ചുകൂടെ ബെറ്റർ ആണ് നാസ്ഡാക്ക് അല്ലെങ്കിൽ ഫ്യൂച്ചേഴ്സ് മാർക്കറ്റ് അല്ലെങ്കിൽ എനിക്ക് എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള കാരണം. അതായത് ആ ഒരു ഫസ്റ്റ് 2 അവേഴ്സ് അത്യാവശ്യം നല്ല രീതിയിലുള്ള സെറ്റപ്പുകൾ, അതിന് നല്ല രീതിയിലൊരു ട്രെൻഡിങ് മാർക്കറ്റ് ആ ഒരു ന്യൂയോർക്ക് ഓപ്പണിംഗ് ടൈം നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതാണ് ബേസിക്കലി ഈ ഒരു രീതിയിലുള്ള ഒരു പാറ്റേൺ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് എനിക്കൂടെ ചാർട്ട് എടുത്ത് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിക്കോളൂ. ആൻഡ് വരുന്ന വീഡിയോസിൻ്റെ അകത്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ ലിക്വിഡിറ്റി മാത്രം വെച്ച് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റത്തില്ല. അതിൻ്റെ കൂടെ ഈ മാർക്കറ്റ് സ്ട്രക്ചർ, പിന്നെ PDRIs, ആ ഒരു കാര്യങ്ങളോട് വേണം. ഓക്കെ, അതൊക്കെ നമ്മൾ വരുന്ന വീഡിയോസിൻ്റെ അകത്ത് ഡീറ്റെയിൽ ആയിട്ട് നോക്കും. അപ്പോൾ ചാനലൊന്ന് സബ് ചെയ്ത് വെച്ചോളൂ. നെക്സ്റ്റ് എപ്പിസോഡിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മാർക്കറ്റ് സ്ട്രക്ചറാണ്. ഇന്നത്തെ എപ്പിസോഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ആൻഡ് നമുക്കിനി നാളെ കാണാം. ബൈ.